പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരും അധ്യാപകരും നടത്തിയ പണിമുടക്ക് പൂർണ്ണം. CPI സംഘടന, ജോയിന്റ് കൌൺസിലിന്റെയും കോൺഗ്രസ് തൊഴിലാളി സംഘടനകളുടെയും നേതൃത്വത്തിലായിരുന്നു പണിമുടക്ക്. പണിമുടക്കിനെ നേരിടാൻ സർക്കാർ പ്രഖ്യാപിച്ച ഡയസ് നോണിനെ ജീവനക്കാർ തള്ളി. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനം നടപ്പിലാക്കി പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക, 12ാം ശമ്പള പരിഷ്കരണ പദ്ധതികൾ ആരംഭിക്കുക, മെഡിസിപ്പ് സർക്കാർ ഏറ്റെടുക്കുക, ക്ഷാമബദ്ധ ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ പൂർണ്ണമായും അനുവദിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജോയിന്റ് കൌൺസിലിന്റെയും കോൺഗ്രസിന്റെയും ജീവനക്കാരുടെ സംഘടനകൾ ചേർന്ന് സൂചനാ പണിമുടക്ക് നടത്തിയത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള 15 സർവീസ് സംഘടനകളുടെ കൂട്ടായ്മയായ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷനും സമരത്തിൽ പങ്കെടുത്തു. പണിമുടക്കിന്റെ ഭാഗമായി ജോയിന്റ് കൌൺസിലിന്റെ നേതൃത്വത്തിലും കോൺഗ്രസ് സംഘടനകളുടെ നേതൃത്വത്തിലും ജീവനക്കാർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ സർക്കാരിനെതിരെയും ധനകാര്യ വകുപ്പിനെതിരെയും രൂക്ഷമായ വിമർശനമാണ് ജോയിന്റ് കൌൺസിൽ ഉയർത്തിയത്. പ്രിയപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി, ഇനിയെങ്കിലും പൊതുസമൂഹത്തിന് മുന്നിൽ ജീവനക്കാർ അവമാനിക്കുന്ന പണി നിർത്തണം. ക്ഷാമബത്ത പെൻഷൻ മുതൽ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ വായ്പ എടുക്കുന്നു എന്ന് പറയുന്ന കള്ളം പറഞ്ഞുകൊണ്ട് ഈ നാട്ടിൽ നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾക്ക് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ ധനകാര്യ വകുപ്പ് മന്ത്രി നേതൃത്വം കൊടുക്കരുത്. പണിമുടക്കിനെ നേരിടുന്നതിനായി സർക്കാർ ഡയസ് നോൺ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ജീവനക്കാർ ഇത് തള്ളി. അധ്യാപകർ ഉൾപ്പെടെ പങ്കെടുത്ത പണിമുടക്ക് സംസ്ഥാന വ്യാപകമായി വിജയമാണെന്നാണ് ജോയിന്റ് കൌൺസിൽ അവകാശപ്പെടുന്നത്. ശമ്പള വർധനവിൽ ഉൾപ്പെടെ സർക്കാരിനെതിരെയും ധനകാര്യ വകുപ്പിനെതിരെയും രൂക്ഷമായ പ്രതികരണമാണ് CPI സംഘടനയായ ജോയിന്റ് കൌൺസിൽ ഉയർത്തുന്നത്. ക്യാമറമാൻ ബിജു മുരളീധരനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.